Welcome to Entry Elevate ACCA's Financial Reporting Classes. So, ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് IAS 12 Taxation. So, taxation റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ മെയിൻലി അണ്ടർ പ്രൊവിഷൻ ആൻഡ് ഓവർ പ്രൊവിഷനും അതേപോലെ ഡെഫേർഡ് ടാക്സും ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നോക്കാൻ പോകുന്നത്. എന്താണ് കറണ്ട് ടാക്സ്? കറണ്ട് ടാക്സ് ഇസ് ദി എമൗണ്ട് payable to the tax authorities in relation to the trading activities of the period. അതായത് നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ SOPയിൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ പ്രോഫിറ്റിന് മേലെ എത്രയാണ് ഇപ്പോൾ 30%, 20%, എത്രയാണോ നമ്മുടെ ടാക്സ് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മളെ കറണ്ട് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലേക്ക് അടക്കണം. Deferred tax is an accounting device. It does not represent tax payable to the tax authorities. Deferred tax എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതായത് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട പൈസയൊന്നും അല്ല എന്ത് ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഈ ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ നോക്കാം. സോ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. നമ്മൾ പറഞ്ഞ SOPയിൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ മേലെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ ടാക്സ് ഇടും അല്ലേ. സോ അതൊരു എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ഇൻകം ടാക്സ് എക്സ്പെൻസ് ഏതിൽ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതാണല്ലോ. ബട്ട് ആ ഒരു പീരിയഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? അടക്കില്ല. നമ്മൾ ഈ IAS 10 പഠിച്ചിട്ടില്ലേ? അതായത് ഇതാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റിലെങ്കിൽ ഇവിടെ നമ്മൾ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്, എന്നിട്ട് ഇത്രയാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടതെന്നുള്ളത്. ബട്ട് FS ഫൈനലൈസ് ആവുന്നത്, അതായത് ഓത്തറൈസ് ആവുന്നത് ഈ ഒരു പീരിയഡിൽ തന്നെ ആയിരിക്കില്ല. ആഫ്റ്റർ ഒരു 2-3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് അത് ഫൈനലൈസ് ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ പല ചേഞ്ചസും ഉണ്ടാവാം, നമ്മളെ പ്രോഫിറ്റ് എന്തായിട്ടുണ്ടാവാം? മാറിയിട്ടുണ്ടാവും. സോ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മൾ പേ ചെയ്യുന്നില്ല, നമുക്ക് പേ ചെയ്യാനുണ്ട് അല്ലേ, അടക്കാനുണ്ട്. സോ ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുക. അതായത് ടാക്സ് അടക്കാനുണ്ട്. ആൻഡ് ടാക്സ് അടക്കാനുണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലയബിലിറ്റിയാണ് അല്ലേ. സോ ക്രെഡിറ്റ് എന്ത് ചെയ്യുക? ഇൻകം ടാക്സ് പേയബിൾ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ടും കാണിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ ടാക്സ് കാണിക്കേണ്ടത്. SOPയിൽ എക്സ്പെൻസ് ആയിട്ടും SOFPയിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ടും. Therefore, that the balance on the statement of financial position for taxation will be only the current year's tax provision. So, ആ ഒരു വർഷത്തെ എത്രയാണോ ടാക്സ് പ്രൊവിഷൻ അത് മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ടാക്സ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ്, എന്താണ് ഈ അണ്ടർ പ്രൊവിഷൻ ആൻഡ് ഓവർ പ്രൊവിഷൻ? നമുക്ക് ചെറിയൊരു എക്സാമ്പിളെ കൂടി നോക്കാം. സോ ഇതാണ് നമ്മൾ ഇയർ എൻഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഇയർ എൻഡിൽ നമ്മൾ ടാക്സ് നമ്മൾ പ്രോഫിറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പ്രോഫിറ്റ് ഒരു 100,000 കിട്ടിയെന്ന് അങ്ങ് അസ്യൂം ചെയ്യാം. ടാക്സ് ഒരു 40% ഇടുകയാണ്. സോ ഇവിടെ ടാക്സ് എമൗണ്ട് എത്ര വരും? 40,000 വരും. ബട്ട് നമ്മൾ ഈ FS ഫൈനലൈസ് ചെയ്തിട്ട് ഓത്തറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു ആഫ്റ്റർ 2-3 മന്ത്സ് കഴിഞ്ഞിട്ടല്ലേ. സോ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിലാണ് FS ഫൈനലൈസ് ചെയ്തിട്ട് ഓത്തറൈസ് ചെയ്യുന്നത്. സോ അവിടെ നോക്കുമ്പം നമ്മുടെ പ്രോഫിറ്റ് എത്രയായിട്ടുള്ളത്? 120,000. കാരണം അവസാനം നമ്മൾ അടക്കേണ്ടത് എത്ര പ്രോഫിറ്റിന് മേളിലാണ്? 120,000. കാരണം ടാക്സ് അതോറിറ്റീസ് വേണമെങ്കിൽ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ചിലത് വേണം വേണ്ട എന്നൊക്കെ നോക്കിയിട്ട് നമ്മളെ പ്രോഫിറ്റ് അവിടെ നിന്ന് ചെറിയൊരു ചേഞ്ച് വന്നു. നമ്മുടെ പ്രോഫിറ്റ് നോക്കുമ്പോഴേക്ക് എത്രയായി? 120,000 ആയി നമ്മുടെ പ്രോഫിറ്റ് ഫൈനലൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്ക്. സോ ഇപ്പോൾ നമുക്ക് അടക്കേണ്ട ടാക്സ് എത്രയാണ്? ആക്ച്വലി എത്ര ടാക്സ് അടക്കണ്ടേ? നമ്മളെ കാൽക്കുലേഷൻ പ്രകാരം 40,000 ആണ്. ബട്ട് ആക്ച്വലി ഫൈനലൈസ് ഒക്കെ ചെയ്തപ്പോഴേക്ക് പ്രോഫിറ്റ് എത്രയായി? 120,000 ആയി. സോ ഒരു 40% മേള എന്ന് പറയുമ്പോൾ ടാക്സ് 48,000 ആയി. ബട്ട് നമ്മൾ എത്രയേ കരുതി വെച്ചിട്ടുള്ളൂ? ജസ്റ്റ് 40,000 കരുതി വെച്ചിട്ടുള്ളൂ. സോ ഈ കേസിൽ നമ്മൾ എക്സ്ട്രാ അടക്കണ്ടേ? എക്സ്ട്രാ എത്ര പേയ്മെൻറ്റ് ചെയ്യണം? 8,000 പേയ്മെൻറ്റ് ചെയ്യണ്ടേ? കാരണം ഓൾറെഡി 40,000 ഉള്ളൂ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ടാക്സ്. ബട്ട് ആക്ച്വലി എത്രയാണ് നമ്മൾ ഈ ഇയറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്? 48,000 ആണ്. സോ എക്സ്ട്രാ 8,000 പേയ്മെൻറ്റ് ചെയ്യണം. സോ ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുക? അണ്ടർ പ്രൊവിഷൻ എന്ന് പറയാം. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ, അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ട് 40,000 ആണ്, ബട്ട് ആക്ച്വലി വന്നതോ
അതിനേക്കാളും കൂടുതലാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അല്ലേ. സോ ഇങ്ങനെയൊരു സിറ്റുവേഷനാണ് നമ്മൾ അണ്ടർ പ്രൊവിഷൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ് ഈ ഓവർ പ്രൊവിഷൻ എന്നും കൂടി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇതൊന്നും നടന്നില്ല, ജസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് അസ്യൂമിങ് ആണ്. ടാക്സ് ഒരു 32,000 ആണ് വന്നതെന്ന് വിചാരിക്കുക, ഫൈനലൈസ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, ജസ്റ്റ് ഒരു അസംഷൻ. സോ ഇവിടെ നമ്മൾ ആക്ച്വലി എസ്റ്റിമേറ്റ് ചെയ്തത് എത്രയാണ്? 40,000 ആണ്. ബട്ട് ആക്ച്വലി എത്രയേ വന്നിട്ടുള്ളൂ? ജസ്റ്റ് 32,000 മാത്രമേ വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം 8,000ഓളം നമ്മൾ കരുതി വെച്ചത് എന്താണ്? എക്സ്ട്രാ ആണ്. അത്രയും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ആയിട്ട് കൺസിഡറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? 8,000 മൈനസ് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാം? ഓവർ പ്രൊവിഷൻ എന്ന് പറയാം. സോ ഇവിടെ നിങ്ങൾക്ക് അണ്ടർ പ്രൊവിഷൻ എന്താണ്, ഓവർ പ്രൊവിഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏത് സിറ്റുവേഷനാണ് അണ്ടർ പ്രൊവിഷൻ വരുന്നത്, ഏത് സിറ്റുവേഷനിലാണ് ഓവർ പ്രൊവിഷൻ വരുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് വായിച്ചു നോക്കാം. Any under or over provision from the prior year is dealt with the current year's tax charge. This does not affect the year-end tax liability. All we need to do is take the under or over provided amount to the statement of profit or loss. The treatment എന്താണ് അണ്ടർ ഓവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കൂടിയുള്ളത് നമുക്ക് നോക്കാം. An under provision increases the tax charge. അണ്ടർ പ്രൊവിഷൻ എന്താ ചെയ്യുക? നമ്മൾ ടാക്സ് ചാർജ് ഇൻക്രീസ് ആണ് ചെയ്യുക. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളോ അതെ, ഇതിപ്പോൾ ഓവർ പ്രൊവിഷനിലാണല്ലോ. നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ അണ്ടർ പ്രൊവിഷൻ, 8,000 നമ്മൾ എക്സ്ട്രാ അടക്കേണ്ടി വരുന്നു. ഈ കേസിൽ നമ്മൾ ടാക്സ് ആഡ് ആണ് ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞ മൈനസ് ആണ്. അണ്ടർ പ്രൊവിഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ടാക്സ് ചാർജ് ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ബട്ട് ഓവർ പ്രൊവിഷനിലോ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടാക്സ് പ്രൊവിഷൻ, നമ്മൾ ടാക്സിൻ്റെ എത്ര എമൗണ്ട് എന്താ ചെയ്യണത്? കുറയാണ് ചെയ്യുന്നത്. And over provision is a decrease in tax charge. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു കാൽക്കുലേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ഈ വർഷത്തെ ടാക്സ് എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് ഫസ്റ്റ് മെൻഷൻ ചെയ്യും. അതിൻ്റെ കൂടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലത്തെ കേസിൽ 40,000 ആയിരുന്നു കഴിഞ്ഞ വർഷത്തത്. ബട്ട് നോക്കുമ്പോഴേക്ക് എത്രയാണുള്ളത്? 48,000 ആണ് ആക്ച്വലി വന്നത്. അപ്പോൾ എക്സ്ട്രാ എത്ര അടക്കേണ്ടി വന്നു? എക്സ്ട്രാ 8,000 അടക്കേണ്ടേ അല്ലേ. സോ ആ 8,000 നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനിയിപ്പം ഓവർ പ്രൊവിഷൻ ആണെങ്കിലോ, നമ്മൾ അടച്ചത് എക്സ്ട്രാ അടച്ചു വെച്ചു, ബട്ട് ആക്ച്വലി അത്രയും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത്രയും എമൗണ്ട് നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. സോ ഓവർ പ്രൊവിഷൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി അണ്ടർ പ്രൊവിഷൻ ഓവർ പ്രൊവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നു. സോ ടാക്സ് എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കുക. അണ്ടർ ആണെങ്കിൽ ആഡ് ചെയ്യുക, ഓവർ ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ത്? ടാക്സ് എക്സ്പെൻസ് ഫോർ ദി കറൻറ്റ് ഇയർ. ഈ വർഷത്തെ ടാക്സ് എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് ഇങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അണ്ടർ ആൻഡ് ഓവർ പ്രൊവിഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Note that any under or over provision within an exam question will simply be the balance for income tax on the trial balance. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രയൽ ബാലൻസിൽ ജസ്റ്റ് ഇത്രയും ടാക്സ് എന്നിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ചിലപ്പോൾ ഡെബിറ്റ് സൈഡിലുണ്ടാവും, ക്രെഡിറ്റ് സൈഡിലുണ്ടാവും. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല. ഇത് സംഭവം അറിയുന്ന ഒരാളാണെങ്കിൽ, മനസ്സിലായ ഒരാളാണെങ്കിൽ എന്തില്ല, അവിടെ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മുടെ ടാക്സ് ചാർജ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, അല്ല എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. എന്തിന്? അണ്ടർ പ്രൊവിഷന് അല്ലേ. A debit balance will represent an under provision and should be charged to the statement of profit or loss. A credit balance will represent an over provision and should be credited to the statement of profit or loss. കാരണം അത്രയും നമ്മൾ എക്സ്പെൻസ് കുറയല്ലേ ചെയ്യുന്നത്. എക്സ്പെൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ഇനി നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അണ്ടർ ആൻഡ് ഓവർ പ്രൊവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് റിക്വയർമെൻറ്റ് നോക്കാം. കാൽക്കുലേറ്റ് ദി ടാക്സ് എക്സ്പെൻസ് that will be shown in the statement of profit and loss for the year ended 31st December 2008 if the amount that was actually agreed and settled with the tax authorities in respect of 2007 was A 165,000 140,000. അത് ആക്ച്വലി നമ്മളിതൊക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ടാക്സ് അതോറിറ്റീസൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് നോക്കുമ്പോഴേക്ക് എത്ര അടക്കേണ്ടി വന്നേ? ഫസ്റ്റത്തെ സിറ്റുവേഷൻ പറയുന്നത് 165 വെച്ചിട്ട് എത്രയാണെന്നാണ്. സെക്കൻഡത്തതോ 140 ആണെങ്കിൽ എത്രയാണ് നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സിനാരിയോ നോക്കാം. Simple has estimated in income tax liability for the year ended 31st December 2008
at 180,000. അതായത് നമ്മൾ ഈ വർഷത്തെ ടാക്സ് എത്രയാണ്? അതായത് നമ്മളെ കറണ്ട് ടാക്സ് എത്രയാണ്? 180,000 ആണ്. പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്? 150 ആണ്. ബട്ട് ആക്ച്വലി വന്നത് എത്രയാണെന്നാണ് പറയുന്നത്? 165. ആൻഡ് സെക്കൻഡ് കേസിൽ ആക്ച്വലി വന്നത് എത്രയാണെന്നാണ് പറയുന്നത്? 140,000. ഇവിടെ നമ്മൾ ഈ വർഷത്തെ കറണ്ട് ടാക്സ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കാം. സോ ഫസ്റ്റ് ഡിസംബറിൽ 150 ആണ്. 31st December 2008 180,000 ആണ്. സോ കറണ്ട് ടാക്സ് എടുത്തു 180,000 ആണ്. ഇനി ഇവിടെ ഫസ്റ്റത്തെ സിറ്റുവേഷനിൽ നോക്കിയേ, എത്രയാണ് ആക്ച്വൽ എമൗണ്ട് വന്നതെന്ന് പറയുന്നത്? 165,000 ആണ്. പക്ഷേ നമ്മൾ എത്രമാത്രം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളൂ? 150. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് എന്താണ്? കുറവാണ് അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ അണ്ടർ പ്രൊവിഷനാണ്. അണ്ടർ പ്രൊവിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും എക്സ്ട്രാ എമൗണ്ട് എത്ര വന്നോ അത്രയും ആഡ് ചെയ്യണം. ഇപ്പോൾ 165 മൈനസ് 150,000 എന്ന് പറയുമ്പോൾ എക്സ്ട്രാ 15,000 ആണ്. അത് ഈ വർഷത്തെ ടാക്സിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ നമ്മൾ കറണ്ട് ടാക്സ് ഫോർ ദ പീരീഡ് ഏതാണ്? 195,000 ആണ്. ആൻഡ് സെക്കൻഡ് കേസിലോ 150 ആണ് ആക്ച്വലി 150 ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. ആക്ച്വലി വന്നത് എത്രയാണെന്നാണ്? 140,000 വന്നിട്ടുള്ളൂ. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് ഒരു 10,000 അധികമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. സോ ഇത് ഓവർ പ്രൊവിഷനാണ്. 10,000 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. സോ നമ്മുടെ കറണ്ട് ടാക്സ് ഫോർ ദ പീരീഡ് എത്രയാണ്? 170,000. സോ അണ്ടർ ആൻഡ് ഓവർ പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് വൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന ടോപ്പിക്കാണ് ഡെഫേർഡ് ടാക്സ്. എന്താണ് ഈ ഡെഫേർഡ് ടാക്സ്? The estimated future tax consequences of transaction and events in the financial statements of the current and previous periods. അതായത് ഇൻ സിമ്പിൾ ടേംസ് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ബുക്സിൽ നമ്മൾ ഇൻകം എക്സ്പെൻസൊക്കെ മൈനസ് ചെയ്തിട്ടൊക്കെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ പ്രോഫിറ്റിൻ്റെ മേലെ നമ്മൾ എന്തിടും? ടാക്സ് എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, പേയ്മെൻറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ എമൗണ്ട് തന്നെയാണോ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരിക? ചിലപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ട് ആയിരിക്കില്ല ആര് ചെയ്യുന്നത്? നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് വരുമ്പോഴേക്കും. സോ ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ടാക്സ് അതോറിറ്റി എന്ത് ചെയ്യും? നമ്മൾ ബുക്സൊക്കെ നോക്കും. ഓക്കെ, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. ഈ പ്രോഫിറ്റും ഇതാര് ചെയ്തതാണ്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രോഫിറ്റാണ്. ബട്ട് ഈ പ്രോഫിറ്റ് ആര് ചെയ്ത പ്രകാരമാണ്? നമ്മുടെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ നമ്മളെ അക്കൗണ്ട്സിലുള്ള പ്രോഫിറ്റും ഇവർ ചെയ്ത പ്രോഫിറ്റും എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന ടാക്സ് എമൗണ്ട് എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടബിൾ പ്രോഫിറ്റും ഇത് നമ്മൾ ചെയ്തതാണ് നമുക്ക് അക്കൗണ്ടബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഇത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തതാണ്. സോ ഇതിനെ ടാക്സിബിൾ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഇത് രണ്ടും സെയിം ആയിരിക്കില്ല. ഇത് ഡിഫറൻസ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചില എക്സ്പെൻസസ് നമ്മൾ ചിലത് എക്സ്പെൻസ് ആയിട്ട് ഇട്ടതൊന്നും ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തായിട്ട് കൺസിഡർ ചെയ്യൂല. അതൊരു റെലവൻറ്റ് എക്സ്പെൻസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യേയില്ല. അതേപോലെ ചില എക്സ്പെൻസ്, ഇപ്പോൾ ഡിപ്രിസിയേഷനൊക്കെ പോലത്തെ ചില എക്സ്പെൻസ് നമ്മൾ ഒരു വർഷം അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് ആയിരിക്കില്ല അവർ അലോക്കേറ്റ് ചെയ്യുന്നത്. അവർ ചിലപ്പം ഈ വർഷം ഇത്രേ പറ്റുള്ളൂ, ബാക്കി നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ കാണിക്കാമെന്ന് പറയും. സോ അതേപോലെ കുറച്ച് ഡിഫറൻസസ് കാരണം നമ്മൾ ഈ അക്കൗണ്ടബിൾ പ്രോഫിറ്റും ടാക്സിബിൾ പ്രോഫിറ്റും എന്തല്ല? സെയിം അല്ല. ആൻഡ് ആസ് എ റിസൾട്ട് ടാക്സ് തമ്മിലും എന്ത് വരും? ഡിഫറൻസസ് വരും. ഇതിനാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്? ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഡെഫേർഡ് ടാക്സ് അസറ്റും ആവാം, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയും ആവാം. ഇപ്പം നമ്മൾ ടാക്സ് അധികമാണ് പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ അത് ഡെഫേർഡ് ടാക്സ് അസറ്റാണ്. അത് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റാണ്, കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിലോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ്. The key to deferred taxation lies in two different concepts of accounting. നമ്മൾ പറഞ്ഞു അക്കൗണ്ടബിൾ പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും. കാരണം ഇത് രണ്ട് സംഭവങ്ങൾ വരുന്നത് കൊണ്ടാണ് അവിടുത്തെ ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഡെഫേർഡ് ടാക്സ് എന്ന് വരുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും ബേസിക്കലി ഈ അക്കൗണ്ടബിൾ പ്രോഫിറ്റും ടാക്സബിൾ പ്രോഫിറ്റും നമ്മുടെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്നത്. The difference between accounting profit and taxable profit is caused by permanent difference and temporary difference. ഓക്കെ, എന്താണ് ഈ പെർമനൻറ്റ് ഡിഫറൻസ്? പെർമനൻറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റർടൈൻമെൻറ്റ് ഡിഫറൻസസ് ഓർ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് എന്ന് നമുക്ക് പറയാം. അതായത്
നമ്മൾ ചിലപ്പം ഈ ക്ലൈൻറ്റ് മീറ്റിങ്സിനും അല്ലെങ്കിൽ ചെറിയ പാർട്ടിയൊക്കെ വെക്കുന്നതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ ഇല്ലേ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ ബിസിനസ് ട്രിപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, നോർമലി നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതൊക്കെ നമ്മൾ ബിസിനസ് ട്രിപ്പൊക്കെ ആക്കിയിട്ട് എക്സ്പെൻസസ് ആക്കിയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ ചെയ്യുന്നു. ബട്ട് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ട് പറയാണ് നോ, ഈ എക്സ്പെൻസസ് ഒന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, എക്സ്പെൻസസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആസ് എ റിസൾട്ട് എന്താണ്, പ്രോഫിറ്റ് ഡിഫറൻസ് വരില്ലേ. അതേപോലെ തന്നെ ടെമ്പററി ഡിഫറൻസ്, അലോക്കേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. കാരണം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഒരു 5 ഇയേഴ്സിലേക്കാണ്, ഓക്കെ, ഈച്ച് ഇയർ 1000 വെച്ചിട്ടാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വേറെ രീതിയിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ 500, സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് 800 ഇടാം, അങ്ങനെ വേറെ രീതിയിൽ. ബട്ട് ദ എൻഡ് ഓഫ്, അതായത് 5 പീരീഡ് കഴിയുമ്പോഴേക്ക് എന്താണ്, സെയിം തന്നെ നമ്മൾ ചെയ്ത പ്രകാരവും ഈ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ പ്രകാരം ഫൈനലി 0 ആവുന്നുണ്ട് ബാലൻസ്. ബട്ട് ആ ഓരോ ഇയർ അലോക്കേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഡെഫേർഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ളത് നമ്മൾ ചെയ്തത് മൈനസ് ടാക്സ് ബേസ്. ഈ ടാക്സ് ബേസ് എന്ന് പറയുന്നത് എന്താണ്, ടാക്സ് അതോറിറ്റി പ്രകാരം എത്രയാണ് വന്നതെന്നുള്ളതാണ് ടാക്സ് ബേസ്. സോ ഇതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ ടെമ്പററി ഡിഫറൻസ്, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഡെഫേർഡ് ടാക്സ് ആയിട്ട് കിട്ടണമെങ്കിലോ ഈ ടെമ്പററി ഡിഫറൻസ് ഇൻടു നമ്മുടെ ടാക്സ് റേറ്റ്, എത്രയാണോ ആ ഡെഫേർഡ് ടാക്സ് റേറ്റ് എന്ന് നോക്കാം. സോ ഡെഫേർഡ് ടാക്സ് റേറ്റിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡെഫേർഡ് ടാക്സിൻ്റെ എമൗണ്ട് കിട്ടും. സിമ്പിൾ അല്ലേ. നമ്മൾ ചെയ്ത് നോക്കുക, ടാക്സ് ബേസിസ് എടുക്കുക, ഡിഫറൻസ് ആണ് ടെമ്പററി ടാക്സബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്, മൾട്ടിപ്ലൈഡ് ബൈ ദി ഡെഫേർഡ് ടാക്സ് റേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, ഡെഫേർഡ് ടാക്സ് കിട്ടി. ഇനി ഡെഫേർഡ് ടാക്സ് അസറ്റ് ആൻഡ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ക്യാരിയിങ് എമൗണ്ട് ലോവർ ദാൻ ടാക്സ് ബേസ്, അതിനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാരിയിങ് എമൗണ്ട് എന്താണ്, നമ്മൾ ആ ടാക്സ് ബേസിനേക്കാളും കുറവാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഡെഫേർഡ് ടാക്സ് അസറ്റ് വരാം. ഇപ്പോൾ ക്യാരിയിങ് എമൗണ്ട് ഈസ് ഹയർ ദാൻ ടാക്സ് ബേസ്, ടാക്സ് ബേസിനേക്കാളും അധികമാണ് നമ്മുടെ ക്യാരിയിങ് എമൗണ്ടിൻ്റെതെങ്കിലോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയാണ്. ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ്. കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിലോ ഡെഫേർഡ് ടാക്സ് അസറ്റ് ആണ് വരിക. ഇനി ജസ്റ്റ് ഒരു ജേർണൽ എൻട്രീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻക്രീസ് ഇൻ ഡെഫേർഡ് ടാക്സ് പ്രൊവിഷൻ, ഡെഫേർഡ് ടാക്സ് ഇൻക്രീസ് ആണ് ചെയ്തതെങ്കിൽ എക്സ്പെൻസ് ആണല്ലോ, സോ ഡെബിറ്റ് ഇൻകം ടാക്സ് എക്സ്പെൻസ്. പിന്നെ ഇവിടെ ഈ OCIൻ്റെ എലമെൻറ്റ് എന്തുകൊണ്ട് വന്നു എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ അതും എന്ത് ചെയ്യുന്നുണ്ട് ഈ ടോപ്പിക്കിൽ കവർ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഇൻകം ടാക്സ് എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, കാരണം നമ്മൾ ടാക്സ് എക്സ്പെൻസ് കൂടിയാണ് ചെയ്തത്. അതേപോലെ ഡെഫേർഡ് ടാക്സും കൂടിയല്ലേ ചെയ്തത്, ലയബിലിറ്റി അപ്പോൾ കൂടിയില്ലേ, സോ ക്രെഡിറ്റ് ഡെഫേർഡ് ടാക്സ്. ഇനി ഡെഫേർഡ് ടാക്സ് കുറയാണ് ചെയ്തതെങ്കിലോ, അതായത് ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്നുള്ള സിറ്റുവേഷൻ, ഡെഫേർഡ് ടാക്സ് കുറയാണ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക, ഡെബിറ്റ് ഡെഫേർഡ് ടാക്സ്. അതേപോലെ നമ്മുടെ ഇൻകം ടാക്സ് എക്സ്പെൻസ് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, കാരണം അത്രയും കുറഞ്ഞല്ലോ. ഇനി ഡെഫേർഡ് ടാക്സ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഈ വർഷത്തെ ടാക്സ് എക്സ്പെൻസ് നേരത്തെ നമ്മൾ അണ്ടർ പ്രൊവിഷൻ ഓവർ പ്രൊവിഷൻ വരെയുള്ളത് കൺസിഡർ ചെയ്തു. ഇപ്പം ഇനി ഡെഫേർഡ് ടാക്സും കൂടി വരുമ്പം എങ്ങനെയാണ് നമ്മൾ ടാക്സ് എക്സ്പെൻസ് വരിക എന്നുള്ളത് നോക്കാം. സോ സെയിം ടാക്സ് എക്സ്പെൻസ് ഫോർ ദി കറണ്ട് പീരീഡ് എത്രയാണെന്നുള്ളത് നോക്കാം, അണ്ടർ പ്രൊവിഷൻ എത്രയാണെന്നുള്ളത് ഇടാം, ഇനിയിപ്പോൾ ഓവർ പ്രൊവിഷൻ ആണെങ്കിൽ ഓവർ പ്രൊവിഷൻ ഇടാം. പിന്നെ നമ്മുടെ ഡെഫേർഡ് ടാക്സ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇടുക. ആൻഡ് ഫൈനലി എന്ത് വരും, ടാക്സ് എക്സ്പെൻസ് ഫോർ ദി കറണ്ട് ഇയർ നമുക്ക് കിട്ടും. സിമ്പിൾ അല്ലേ. നൗ SOPL വേഴ്സസ് OCI, ഇവിടെയാണ് ആ OCIയുടെ കാര്യം എന്ന് പറഞ്ഞത്. If the item giving rise to deferred tax is dealt within profit or loss, the related deferred tax should also be present in profit or loss. ഇപ്പോൾ ഈ ഒരു കേസിലൊക്കെ പ്രോഫിറ്റ് ഓർ ലോസ് ആയിട്ട് കണക്ഷൻ വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്താൽ മതി, നോർമലി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ SOPL നമ്മൾ ടാക്സ് കാൽക്കുലേഷൻ ചെയ്യുമല്ലോ, അവിടെ തന്നെ എന്ത് ചെയ്താൽ മതി, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കിയിട്ട് ഡെഫേർഡ് ടാക്സിൻ്റെ ആയിട്ട് ഇട്ടാൽ മതി. അതായത് നോർമലി വരുന്നൊരു SOPLലെ കാര്യമായിട്ട് ബന്ധം വരുന്നതാണെങ്കിൽ. ബട്ട് OCIയുടെ റെലവൻസ് എവിടെയാണ്, ഇഫ് ദി ഐറ്റം ഗിവിംഗ് റൈസ് ടു ദി ഡെഫേർഡ് ടാക്സ് ഈസ് ഡീൽഡ് വിത്തിൻ അതർ കോംപ്രിഹെൻസീവ് ഇൻകം, ദ റിലേറ്റഡ് ഡെഫേർഡ് ടാക്സ് ഷുഡ് ഓൾസോ ബി റെക്കോർഡഡ് ഇൻ അതർ കോംപ്രിഹെൻസീവ് ഇൻകം. അതായത് OCIയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, OCIയിൽ ഇടുന്ന ഒരു ഐറ്റമാണ് ഏത്, റീവാലുവേഷൻ സർപ്ലസ് അല്ലേ.
ഈ റീവാലുവേഷൻ സർപ്ലസ് കാരണം വന്ന എന്തെങ്കിലും ഡെഫേർഡ് ടാക്സ് ആണെങ്കിൽ, റീവാലുവേഷൻ സർപ്ലസ് കാരണം വന്ന ഡെഫേർഡ് ടാക്സ് ആണെങ്കിൽ ആ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സ് അസറ്റ് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? OCIയിൽ തന്നെയാണ് കാണിക്കേണ്ടത്. അല്ലാതെ നോർമലി ഉള്ള കേസസ് ആണെങ്കിലോ സാധാരണ ചെയ്യുന്ന പോലെ SOPL തന്നെ വിട്ടിട്ട് നമ്മൾക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, അവിടെയാണ് ഈ OCIയുടെ റെലവൻസ് വരുന്നത്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. On 1st January 2008, Simon Company decided to revalue its land for the first time. Okay, revalue ചെയ്യാൻ പോവാണ്. A qualified property valuer reported that the market value of the land on that date was 80,000. So ഇതാണ് നമ്മുടെ ഫെയർ വാല്യൂ. ഓക്കെ, 80,000 ആണ് ഇന്നലത്തെ വാല്യൂ റീവാല്യൂ ചെയ്തത്. ഓക്കെ, the land was originally purchased 6 years ago for 65,000. 6 വർഷം മുമ്പാണ് 65,000. ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടതുണ്ടോ? 6 വർഷം മുമ്പുള്ള സാധനമാണ്. ഇപ്പം അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ 80,000 മൈനസ് ചെയ്തിട്ടാണോ എത്രയാണ് നമ്മുടെ റീവാലുവേഷൻ ഗെയിൻ ഓർ ലോസ് കാണേണ്ടത്? അല്ല, കാരണം ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഡിപ്രിസിയേഷനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ ഇതൊരു ലാൻഡിന് പകരം ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വന്നേനെ? ആ 6 വർഷത്തെ ഡിപ്രിസിയേഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് മൈനസ് ചെയ്തിട്ട് ഇപ്പോഴത്തെ ക്യാരിയിങ് എമൗണ്ട് കണ്ടുപിടിക്കേണ്ട വന്നേനെ. ബട്ട് ഇവിടെ ലാൻഡ് ആയതുകൊണ്ട് എന്തില്ല, ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവിടെ ഇല്ല. സോ റീവാലുവേഷൻ സർപ്ലസ് എത്രയായിരിക്കും? 65,000 ആണ്. 65,000 നിന്ന് 80,000 65,000 കുറച്ചാൽ 15,000 ആണ് നമ്മുടെ റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് OCIയിൽ ഉണ്ടാവുക. അപ്പം ഈ ഒരു ഇൻഫർമേഷൻ ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. The required provision for income tax for the year ended 31st December 2008 is 19,400. സോ ഇൻകം ടാക്സ് പ്രൊവിഷൻ, അതായത് നമ്മൾ ഈ വർഷത്തെ ടാക്സ് പ്രൊവിഷൻ, അതായത് ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് വെക്കേണ്ടത് എത്രയാണ്? ടാക്സ് എത്രയാണ് വന്നിട്ടുള്ളത്? 19,400 ആണ്. അതായത് കറണ്ട് ടാക്സ് 19,400 ആണ്. The difference between the carrying amount of the net assets of Simon, including the revaluation of the land above and their lower tax base at 31st December 2004 is 27,000. എന്തിൻ്റെ ഡിഫറൻസ് ആണെന്നാണ് പറയുന്നത്? നമ്മുടെ ക്യാരിയിങ് എമൗണ്ടിൻ്റെയും ടാക്സ് ബേസിൻ്റെയും, അതായത് നമ്മുടെ അസറ്റ്സിൻ്റെ ഒക്കെ വാല്യൂവും ടാക്സ് ബേസിൻ്റെ വാല്യൂ, അതായത് അവരെ കാൽക്കുലേറ്റ് ചെയ്ത പ്രകാരമുള്ള ടാക്സിൻ്റെ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 27,000 ആണ്. അതായത് ഈ 27,000 ആണ് എന്ത്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ക്യാരിയിങ് എമൗണ്ടും ടാക്സ് ബേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് അല്ലേ? ഇതിനെ ടാക്സ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെഫേർഡ് ടാക്സ് കിട്ടും. സോ ബേസിക്കലി ആ 27,000 എന്ന് പറഞ്ഞത് എന്താണ്? ടെമ്പററി ടാക്സബിൾ ഡിഫറൻസ് ആണ്. The opening balance on the deferred tax account was 2,600. പിന്നെ ഇവിടെ ഒരു കാര്യം, ഇവിടെ എന്തുണ്ട്? 2,600 ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ഡെഫേർഡ് ടാക്സിൽ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കിടപ്പുണ്ട്. ഡെഫേർഡ് ടാക്സ് എന്ന് പറയുമ്പോൾ എവിടെയുള്ള സാധനമാണ്? നമ്മൾ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ ഡെഫേർഡ് ടാക്സ് അസറ്റ് എവിടെയും നമ്മൾ മെൻഷൻ ചെയ്യും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഇടുന്ന കാര്യമാണ് അല്ലേ? സോ ആ ഓപ്പണിംഗ് ബാലൻസ് കിടക്കുന്നത് എത്രയുണ്ട്? 2,600 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഓൾറെഡി കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഇൻകം ടാക്സ് റേറ്റ് എത്രയാണ്? 25% ആണ്. Required. Prepare extracts of the financial statement to show the effects of the above transaction. സോ ഈ നടന്ന കാര്യങ്ങളുടെ ഒക്കെ SOPL എന്തൊക്കെയാണ്, SOFL എന്തൊക്കെയാണ് എഫക്റ്റ് എന്നുള്ളതാണ് കാണിക്കാൻ. ഇപ്പോൾ ഓരോരോ ഐറ്റംസ് ഒക്കെ നിങ്ങളെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അല്ലേ? സോ നമുക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ ലാൻഡിൻ്റെ റീവാലുവേഷൻ സർപ്ലസ് എത്രയാണ്? 15,000. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നിങ്ങൾ എവിടെ ഇടണം? OCIയിൽ അല്ലേ? റീവാലുവേഷൻ സർപ്ലസ് ആയിട്ട് OCIയിൽ കാണിക്കണം. ആൻഡ് നെക്സ്റ്റ് ഡെഫേർഡ് ടാക്സ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ OCIയിൽ എത്രയാണെന്നുള്ള ആ ഒരു പാർട്ട് വരുന്നത്. ഡെഫേർഡ് ടാക്സ് എത്രയാണ്? 27,000 ആണ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ്. ടാക്സ് റേറ്റ് 25% കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഡെഫേർഡ് ടാക്സ് എത്രയാണെന്നുള്ളത് കിട്ടി. ഇപ്പോൾ ഇവിടെ ഡെഫേർഡ് ടാക്സ് എത്രയാണ് വരുന്നത്? 6,750. ബട്ട് അവിടെ പറയുന്നുണ്ട് നമുക്കൊരു ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. സോ ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്രയാണ്? 2,600 ഉണ്ട്. സോ ഈ കൊല്ലം നമുക്ക് എത്ര വരിക? അപ്പം 4,150 ആണ് ഈ ഒരു ഇയർ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ 27,000 എന്ത് ഇൻക്ലൂഡഡ് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഈ 27,000 നമ്മൾ ലാൻഡിൻ്റെ
റീവാലുവേഷൻ്റെ എഫക്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതായത് ആ 15,000 നമുക്ക് ആ റീവാലുവേഷൻ വന്നതും ആ ക്യാരിയിങ് എമൗണ്ടിൽ എന്തുണ്ട്, ഇൻക്ലൂഡഡ് ആയിട്ടാണുള്ളത്. സോ ഈ വന്ന ടാക്സ് റേറ്റിൽ ആ 15,000 കാരണം ഉണ്ടായ എമൗണ്ടും കൂടി ഉണ്ടാവുമല്ലോ. സോ ഈ 4,150 എന്തുണ്ട്, റീവാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് റിലേറ്റഡ് ആയിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടിയിട്ടാണ് എന്തായത് 4,150 എന്നുള്ള ടോട്ടൽ വന്നിട്ടുള്ളത്. സോ ഇനി റീവാലുവേഷൻ റിലേറ്റഡ് ആയിട്ട് എത്ര ഡെഫേർഡ് ടാക്സ് വന്നെന്നുള്ളത് നോക്കാം. റീവാലുവേഷൻ സർപ്ലസ് എത്രയാണ്, 15,000 ആണ്. ടാക്സ് റേറ്റ് 25%, അതായത് 3,750 ആണ് റീവാലുവേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഡെഫേർഡ് ടാക്സ്. സോ ഈ 3,750 നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നോർമലി നേരത്തെ കാണിച്ചതുപോലെ ആ SOPL കറണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ 3,750 ചെയ്യാൻ പാടില്ല. ഇത് എവിടെ തന്നെ നമുക്ക് ഡീൽ ചെയ്യണം, OCIയിൽ നിന്ന് തന്നെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. സോ ഡെബിറ്റ് ഇൻകം ടാക്സിൽ എത്ര മാത്രമേ നമുക്ക് ആ ഡെഫേർഡ് ടാക്സിൻ്റെ കാണിക്കാൻ പറ്റുള്ളൂ, 4,150 3,750 മൈനസ് ചെയ്തിട്ട് റിമൈനിങ് 400 മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എത്രയാണ്, ആ ബാക്കി 400 തന്നെ കാണിക്കണം. സോ ഇതാണ് നമ്മൾ റീവാലുവേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് എവിടെ തന്നെ ഡീൽ ചെയ്യണം, OCIയിൽ തന്നെ ഡീൽ ചെയ്യണം. നോർമലി ഉള്ള പോലെ SOPL കാണിക്കാൻ പറ്റില്ല. സോ ഇവിടെ നമുക്കിനി ആ ഒരു ഫൈനൽ എഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. SOPലും SOFPലും. SOPL നോക്കിയ ടാക്സ് എക്സ്പെൻസ് സോ ഈക്വൽ 19,400 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ഡെഫേർഡ് ടാക്സ് 400. വേറെ അണ്ടർ പ്രൊവിഷൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. സോ ടോട്ടൽ എത്ര ടാക്സ് എക്സ്പെൻസ് 19,800 ആണ്. അതേപോലെ OCIയിൽ വരുന്ന കാര്യങ്ങളോ, റീവാലുവേഷൻ്റെ 15,000 ഉണ്ട്. അതേപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് എത്രയാണ്, ഈ 3,750. ഇവിടുന്ന് വേണം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ. അല്ലാതെ മേലെ SOPLൻ്റെ സെക്ഷനിൽ നോർമലി ഉള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ആ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. OCIയിൽ ബന്ധപ്പെടുന്നത് OCIയിൽ തന്നെ കാണിക്കണം. ഓക്കെ. SOFPയിലാണെങ്കിലോ നമ്മുടെ അസറ്റായ ലാൻഡ് ഉണ്ട്. ലാൻഡിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്, 80,000 ആണ് അല്ലേ. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയോ 6,750. ഇവിടെ ഡൗട്ട് ഉണ്ടോ, എന്തുകൊണ്ടാണ് ഈ 4,150 കാണിക്കാത്തതെന്ന്? കാരണം SOFPയിൽ ടിൽ ഡേറ്റ്, അതായത് ഇന്നത്തെ 31 ഡിസംബർ, ഇവിടെ ഇയർ എൻ്റെ ഏതായിരുന്നു, 31 ഡിസംബർ 2008 അല്ലേ. സോ ആ 31 ഡിസംബർ 2008 വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ആ SOFPയിൽ കാണിക്കും അല്ലേ. സോ ഇന്ന് വരെയുള്ള ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ ടോട്ടൽ എത്രയാണ്, 6,750 ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ 6,750 കാണിച്ചത്. ബട്ട് SOPയിൽ നമ്മൾ എന്തുമാത്രം റിലേറ്റഡായി കാണിക്കാൻ പറ്റുള്ളൂ, ആ ഒരു പെർട്ടിക്കുലർ ഇയർ റിലേറ്റഡ് ആണ്. SOFPയിൽ എന്ന് പറഞ്ഞാൽ ടിൽ ദാറ്റ് ഡേറ്റ് ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. ആൻഡ് ടാക്സ് ലയബിലിറ്റി എത്രയാണ്, 19,400 ആണ്. നമ്മുടെ റീവാലുവേഷൻ സർപ്ലസോ 15,000 3,750 മൈനസ് ചെയ്താൽ 11,250. സോ ഇത് നമ്മൾ അസറ്റിൻ്റെ സെക്ഷനിൽ കാണിക്കണം, ഇത് രണ്ടും നമ്മൾ ലയബിലിറ്റിയുടെ സെക്ഷനിൽ കാണിക്കണം. ആൻഡ് ഈ റീവാലുവേഷൻ സർപ്ലസ് ആണെങ്കിലോ നമ്മുടെ ഇക്വിറ്റിയുടെ അണ്ടറിലാണ് റീവാലുവേഷൻ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. ഇനി അൺയൂസ്ഡ് ടാക്സ് ലോസസ്. Where unused tax losses are carried forward, a deferred tax asset can be recognized to the extent that taxable profits will be available in the future to offset the losses. നമ്മളിങ്ങനെ ലോസ് ഇങ്ങനെ വരികയാണ്. അവിടെ നമുക്ക് ഡെഫേർഡ് ടാക്സ് അസറ്റ് യൂസ് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുക എപ്പോഴും മാത്രമാണ്, ഓക്കെ ഫ്യൂച്ചറിൽ നമുക്കൊരു ഗെയിൻ ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിങ്ങനെ ഡെഫേർഡ് ടാക്സ് അസറ്റ് യൂസ് ചെയ്തിട്ട് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. If an entity does not expect to have taxable profits in the future, it cannot recognize the asset in its own accounts. So പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഇത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിൽ എന്ത് ചെയ്തു, ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ട് അണ്ടർ ആൻഡ് ഓവർ പ്രൊവിഷൻ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നും കൂടി നോക്കി. അതേപോലെ ഡെഫേർഡ് ടാക്സ് വെച്ചിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും നോക്കി അല്ലേ. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.